ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും പ്രാഥമികമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ രോഗനിർണയമാണ്. ആന്തരിക അവയവങ്ങളിലുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എങ്ങനെയാണ് കുടലിനുള്ളിലുള്ള അസുഖങ്ങളെ കണ്ടെത്തുക, എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പല രോഗ അവസ്ഥകളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇവിടെയാണ് എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയുടെ പ്രസക്തി. എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്ന ഡിപ്ലോമ പ്രോഗ്രാമുകൾ ചെയ്യാൻ +2 ബയോളജി സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് അവസരമുണ്ട്. സ്വാഭാവികമായിട്ടും ശരീരത്തിനുള്ളിലുള്ള കുടലിനുള്ളിലും ആമാശയത്തിലും മറ്റുമൊക്കെയുള്ള നമ്മുടെ അന്നനാളത്തിലുള്ള രോഗാവസ്ഥകളെയും മുഴകളെയും ക്യാൻസറിനെയും ഒക്കെ കണ്ടെത്തുന്നതിന് ആണ് ശരിക്കും എൻഡോസ്കോപ്പിക് ടെക്നോളജി യൂസ് ചെയ്യുക. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് രോഗാവസ്ഥകളുടെ കാരണമായി കാണാൻ കഴിയുന്നത് ലൈഫ് സ്റ്റൈൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മൂലമുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് മൂലം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള മലീമസമായ വിഷമയമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ ഈ തരത്തിലുള്ള ധാരാളം രോഗാവസ്ഥകളിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. ഈ രോഗാവസ്ഥകൾ നിർണ്ണയിക്കുന്നതിനും കൃത്യമായ ചികിത്സ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ, അപ്പോൾ രോഗനിർണയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചുമതലയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി ഇവിടെ ആവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുന്നത് പോലെയോ ECG ചെയ്യുന്നത് പോലെയോ അല്ല ഇവിടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് ട്യൂബിനുള്ളിൻ്റെ അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമറയിലൂടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങളെടുത്ത് വീഡിയോ എടുത്തിട്ട് അത് ഡോക്ടർ അനലൈസ് ചെയ്തുകൊണ്ടാണ് രോഗനിർണയം നടത്തുക. ഇവിടെ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ധാരാളം ഇൻഫെക്ഷനുള്ള സാധ്യതകളുണ്ടാകാം. സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വ്യക്തമായ ധാരണ ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ നമുക്ക് അനലൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് ഈ പറയുന്ന എൻഡോസ്കോപ്പിക് ടെക്നോളജി, അതായത് ഒരു ബയോളജിയും ടെക്നോളജിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ കഴിയുക. എൻഡോസ്കോപ്പിക് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഡിപ്ലോമയും ഡിഗ്രിയും ഉണ്ട് എന്ന് നമുക്കറിയാം. കൂടാതെ ചില സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ അതും നമുക്ക് കാണാനായിട്ട് കഴിയും. സർട്ടിഫിക്കേഷൻ എൻഡോസ്കോപ്പിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, GI എൻഡോസ്കോപ്പിക് അസിസ്റ്റൻ്റ് എന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, കൂടാതെ BSc എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്ന പ്രോഗ്രാം ഒക്കെ അങ്ങനെ വിവിധ പേരുകളിൽ നമ്മുടെ രാജ്യത്ത് ഈ കോഴ്സുകൾ പല സ്ഥലത്തും അവൈലബിൾ ആണ്. കേരളത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും LBS സെൻറ്റർ വഴിയാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് കിട്ടിയ മാർക്കിനെ ഇൻഡെക്സ് മാർക്ക് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുക. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുക. നല്ല സ്കോറുള്ളവർക്ക് മാത്രമേ ഈ പരിമിതമായ സീറ്റുകൾ മാത്രമുള്ള ഈ കോഴ്സിലേക്ക് കേരളത്തിൽ അഡ്മിഷന് സാധ്യതയുള്ളൂ. ഒരു 100% പ്ലേസ്മെൻ്റ് എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലോകമെമ്പാടും വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിടം കൂടിയാണിത്. കാരണം ലോകമെമ്പാടും വളരുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പ്രായമായ ഏജിങ് പോപ്പുലേഷൻ്റെ എണ്ണം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിലാണ് പ്രായമായ ആൾക്കാർ കൂടുതലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള രോഗാവസ്ഥ ഉണ്ടാവുക. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലായും കാണപ്പെടുന്നതും ഒരു ഏജിന് മുകളിലേക്കുള്ള ആൾക്കാരിലാണ്. അതുകൊണ്ട് തന്നെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വൻ ഡിമാൻഡ് തന്നെയാണ് ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UAEയും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ, അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഡിമാൻഡ് ഈ മേഖലയിൽ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയും. വിദേശ രാജ്യങ്ങളുടെ ജോബ് ഫോർകാസ്റ്റിംഗ് സൈറ്റുകളുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ ജോബ് ഫോർകാസ്റ്റിംഗ് സൈറ്റുകളുണ്ടാവും. അത്തരം സൈറ്റുകളിലൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഒരു വളർച്ചാ നിരക്ക് ഏതാണ്ട്
5 മുതൽ 8% വരെ ആനുവലായിട്ടുള്ളൊരു കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റാണ് ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മികവുറ്റ ഒരു പഠന രീതിയാണിത്. ഇതിന് കുറേ ഇപ്പോൾ നമുക്ക് എമർജൻസി ക്രിട്ടിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് എമർജൻസി ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം, നൈറ്റ് ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. വളരെ ഇമോഷണലായിട്ടുള്ള ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം. കാരണം ഈ ട്യൂബ് പോകുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അപകടം പണയാം. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷനും കൂടാതെ ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിനുള്ള പ്രിക്കോഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡും ക്രിട്ടിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങളും എല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ നോളജിനപ്പുറത്തേക്ക് കൂടെ ഈ രോഗികളുടെ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കി അവരോട് കൂടുതൽ കരുണയോടും കാരുണ്യത്തോടും അതുപോലെ തന്നെ സഹാനുഭൂതിയോടും കൂടെ പ്രവർത്തിക്കാനുള്ള പ്രതികരിക്കാനുള്ള ഒരു മനസ്സ്, ഇതും എല്ലാം കൂടെ ചേർന്ന ഒരാൾക്ക് മാത്രം. അപ്പോൾ ഒരു സ്കില്ലും ആറ്റിറ്റ്യൂഡും എല്ലാം കൂടെ ചേരുന്ന, സബ്ജക്റ്റ് നോളജും എല്ലാം കൂടെ ചേരുന്ന ഒരു പഠന മേഖലയായിട്ടാണ് നമുക്ക് എൻഡോസ്കോപ്പിക് ടെക്നോളജി കാണാൻ കഴിയുക. എൻഡോസ്കോപ്പിക് ടെക്നോളജി ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് സർജറി ആയിട്ട് മാറ്റപ്പെട്ടു, വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ് മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ഈ റോൾ പ്ലേ ചെയ്യേണ്ടതിൻ്റെ സാധ്യത കൂടുകയാണ്. വരും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പഠന മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാംശീകരിക്കാനും സർജറി, ഇപ്പോൾ റോബോട്ടിക് സർജറി വരുമ്പോഴത്തേക്ക് അവിടെ റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻഡോസ്കോപ്പിയിലൂടെയാണ് ഈ സർജറി മുന്നോട്ട് പോവുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റോള് കൂടുകയാണ്. പണ്ട് അങ്ങനെയല്ല, രോഗം ഡയഗ്നൈസ് ചെയ്യുന്നതിന് മാത്രമാണ് എൻഡോസ്കോപ്പിക് ടെക്നോളജിസ്റ്റിനെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സർജറി ചെയ്യുമ്പോൾ ഫുൾ ടൈം എൻഡോസ്കോപ്പിക് ടെക്നോളജിസ്റ്റിനെ അവിടെ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ പഠന മേഖല പതുക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. കൂടുതൽ സാധ്യതകൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയ വ്യത്യാസമാണ്. പണ്ട് നമ്മൾ ലാബിൽ ഒരാൾക്ക് അസുഖമുണ്ടെന്ന് സംശയം തോന്നിയാൽ ഡോക്ടർ എൻഡോസ്കോപ്പിക്ക് കുറിച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നു, അത് ടെസ്റ്റ് നടത്തുന്നു, റിസൾട്ട് ആക്കുന്നു എന്നുള്ള റോളായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ആ റോളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സർജറി നിർദ്ദേശിക്കപ്പെട്ടു. കുടലിൽ ഒരു കുരു കണ്ടെത്തി അല്ലെങ്കിൽ ഒരു വ്രണം കണ്ടെത്തി, അൾസർ കണ്ടെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സർജറി സജസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സർജറി ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഇന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി ഒക്കെ ഇന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സർജറി ചെയ്യുമ്പോഴത്തേക്ക് അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളെ ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം നമുക്ക് അവിടെയൊക്കെ ഈ തൊഴിലിടം വളരെ പ്രസക്തമായിട്ട് മാറുകയാണ്. എൻഡോസ്കോപ്പിക് ടെക്നോളജിസ്റ്റിൻ്റെ സേവനം നമ്മൾ പുരാതന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കണ്ടിരുന്നതിനപ്പുറത്തേക്ക് പുതിയ ഒരു തലത്തിലേക്ക്, പുതിയ ഒരു മേഖലകളിലേക്ക് റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് മാറുകയും സാധ്യത. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടുന്നു. ഇത്തരത്തിലുള്ള ബ്രോങ്കോസ്കോപ്പിയും ഒക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ, സർജറികളുടെ റോള്, റോബോട്ടിക് സർജറിയും മറ്റുമൊക്കെ വന്നപ്പോഴത്തേക്കും ഒക്കെ വലിയ തോതിലുള്ള ഡിമാൻഡ് വളരെ പെട്ടെന്ന് അങ്ങ് ഹൈക്ക് ചെയ്യുകയും വലിയ തോതിലുള്ളൊരു ഡിമാൻഡ് ഈ തൊഴിലിടത്തിൽ ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു സപ്ലൈ, പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന അത്രയും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് സെക്ടറിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഏറെയാണ് ഈ മേഖലയിൽ. സർക്കാർ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ നമുക്കുണ്ട്, സ്വകാര്യ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ ഏറെയാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ലാബുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ ലാബുകളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻഡോസ്കോപ്പിക് ടെക്നോളജി എന്ന് പറയുന്ന പഠന മേഖലയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി വന്നിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ, ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഏറെയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആരോഗ്യ പരിചരണ മേഖലയും രോഗനിർണയ മേഖലയും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല മേഖലകളിലും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു തൊഴിലിടം കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, പാരാമെഡിക്കൽ സ്ട്രീമിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിരവധി സാധ്യതകളുടെ ഒരു ലോകം തന്നെയാണ് ഈ പഠന മേഖല നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. +2-ന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്
കേരളത്തിലാണെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ വഴിയും എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ അവരുടെ എൻട്രൻസുകൾ വഴിയും ഒക്കെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കാം. മികവുറ്റ പഠന ക്രമം പുലർത്തിയിട്ടുള്ള നല്ല സ്കോറോടുകൂടി പാസ്സായിട്ടുള്ള സബ്ജക്റ്റ് നോളജ് നല്ലതുപോലെയുള്ള കുട്ടികൾക്ക് ഏറ്റവും സാധ്യത ഉള്ള അല്ലെങ്കിൽ ഒരു 100% എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന പ്ലേസ്മെൻറ്റ് റെക്കോർഡുള്ള ഒരു പാരാമെഡിക്കൽ സ്ട്രീമാണ് എൻഡോസ്കോപ്പിക് ടെക്നോളജി.